ഹായ് ഗൈസ്, അപ്പൊ നമുക്ക് ചെന്നൈയിലെ സെക്കൻഡ് ഡേ ആണ്. ഞങ്ങള് അപ്പൊ ഒന്ന് പുറത്തു പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം. റൂമിൽ നിന്നൊക്കെ ഇറങ്ങി അപ്പൊ പപ്പേനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കണം ഞങ്ങള്. അങ്ങനെ പപ്പ വന്ന് അപ്പൊ ഞങ്ങൾ താഴേക്ക് പോവാണ്. അങ്ങനെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ തിരിച്ച റൂമിലേക്ക് വന്നു. എന്നിട്ട് തിരിച്ച് താഴോട്ട് ഇറങ്ങാൻ റൂമിലേക്ക് വരുമ്പോൾ ലിഫ്റ്റിൽ കയറി പോകുമ്പോൾ ഇറങ്ങിയിട്ട് ഇങ്ങനെയാണ് പോവുന്നത്. അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഫിനിക്സ് മാളിലാണ്. അപ്പോ മെയിനായിട്ട് ഇവിടെ വരാനുള്ള കാരണം നല്ല ഫുഡ് ഇവിടുന്ന് കിട്ടും എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഉച്ചയ്ക്കാണ് കേട്ടോ ഇറങ്ങിയത്. നല്ല ചൂടാണ് ചെന്നൈയിൽ. നമ്മൾ കേരളത്തിനെ അപേക്ഷിച്ച് ചെന്നൈയിൽ ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോ ഫുഡ് കഴിക്കാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോ ഇലയിലാണ് കേട്ടോ ഇവിടെ ഫുഡ് വരുന്നത്. ബിരിയാണി ആയാലും അപ്പൊ എന്തായാലും ഇലയിലാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ കിട്ടുക. അങ്ങനെ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. ചിക്കൻ 65 ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു. അല്ലൂസിന്റെ ഫ്രൈഡ് റൈസ് ആണ് കൊടുക്കുന്നത്. കാരണം ചെന്നൈയിൽ എത്തിയ മുതൽ അവർക്ക് ഫ്രൈഡ് റൈസ് കഴിക്കുന്നുള്ളൂ. പിന്നെ നമ്മളെ കേരളത്തിലത്തെ പോലത്തെ ചോറൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കിട്ടില്ല. അങ്ങനെ ഈ ബിരിയാണി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇതായിരുന്നു ഈ ഫുഡ്. ഞാൻ എത്ര ദിവസം കഴിച്ചതിൽ ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അത് ചോദിച്ചു ഞങ്ങളിവിടെ നല്ല ഫുഡ് കിട്ടുന്ന ഏരിയ എവിടെയെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു ഓട്ടോ ഡ്രൈവറാണ് പറഞ്ഞു തന്നത്. ഇങ്ങനെ പോയാൽ മതി, അവിടെ കുഴപ്പമില്ലാത്ത ഫുഡാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി. അടിപൊളി ഫുഡാന്ന് പറയാൻ കാരണം ഞങ്ങൾ മലപ്പുറമാണ്. അപ്പൊ ഞങ്ങൾക്ക് ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ പുറത്ത് വന്നിട്ട് ബിരിയാണി കഴിക്കുമ്പോൾ അതിനുള്ള വ്യത്യാസം അങ്ങനെയുള്ള ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ റെസ്റ്റോറൻറ്റിലൊക്കെ കയറി നമ്മൾ പോവാണ്. ഞങ്ങളെ മുന്നിൽ തന്നെ കയറുന്ന ആള് കയറി പോയിട്ടുണ്ടാവും. അതിന്റെ പിന്നാലെ ഞങ്ങൾ പോകണം. പിന്നെ ഇവിടെ കൂടെ വേനൽ ഓട്ടാണ്. അങ്ങനെ അവിടെ എത്തി. മെയിനായിട്ട് ഇവിടെ ഒന്ന് കാണാനും അങ്ങനെയൊക്കെ ഉള്ളിട്ട് വന്നതാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുകയും ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ ആള് തിരിഞ്ഞു നോക്കണം ഞാൻ വരുന്നുണ്ടോന്നൊക്കെ. നല്ല ഓടാൻ പറ്റുള്ളൂ, എനക്കായി മുന്നിൽ പോകണമെന്നാണ് അവന്. അങ്ങനെ അവര് പോയി. ഇടയ്ക്ക് ആള് മറ്റുള്ള കയ്യൊക്കെ ഇട്ട് ഓടുന്നുണ്ടോ, ഓടിക്കാനൊന്നും അറിയില്ല. ഒരു ഫോട്ടോസൊക്കെ എടുത്തു അതിന്റെ ഇടയിൽ ഞങ്ങള്. ഇങ്ങനെ പിന്നെ സ്കൂട്ടറിൽ കയറി വേറെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ആളെ ഉദ്ദേശം എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല കേട്ടോ, നമുക്ക് പോയി നോക്കാം. അപ്പൊ ആളെത്തിയിട്ടുള്ളത് മനസ്സിലായില്ലേ, എല്ലാരെ പോലെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ കഴിക്കാനുള്ള ആവേശമാണ്. പക്ഷെ ഞങ്ങൾ ഇവിടെ കയറണമെന്നില്ല, ഇനി ജസ്റ്റ് കാണുന്ന മാത്രമേ ഉള്ളൂ. കാരണം ഇതിന് മുന്നേ കോഴിക്കോട് ലുലുവിൽ പോയപ്പോ രണ്ടാളും അത്യാവശ്യം കളിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങളൊന്ന് കാർഡൊന്നും വാങ്ങിക്കുന്നില്ല. കാരണം കാറിന്റെ വില 2500 അതിന് മാത്രമൊന്നും ഇവിടെ ഇല്ല, കാണുന്ന പോലെ ഒന്നും ഇല്ല സംഭവം. അപ്പൊ അതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ചു നേരം നിന്നിട്ട് പോകാന്ന് കരുതി. അപ്പൊ ആക്കോട് എൻജോയ് ആയിക്കോട്ടെ എന്നുള്ളതിൽ എവിടെ കുറച്ചു നേരം നിൽക്കുള്ളൂ. 5 മിനിറ്റ് കൂടുതൽ എവിടെ ഇരിക്കും ചെയ്യുള്ളൂ. അവിടെ ഓടി കളിക്കുന്ന ആള്. അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. എങ്ങനെയൊക്കെ അവനെ പുറത്തിറക്കി. കാരണം അവൻ ഇറങ്ങുന്നില്ല അതിൻ്റെ ഉള്ളിൽ. അവന് കുഴപ്പമില്ല, എങ്ങനെയൊക്കെ ഇറക്കി. കുറച്ചു നേരം ഉണ്ടാവും വാശിയൊക്കെ. നമ്മൾ മെയിൻ ചെയ്യാതിരുന്നാൽ മതി. അവൻ അങ്ങനെ തന്നെയാണ്. കുറച്ച് സ്ഥലത്ത് കയറി ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ ആദ്യമൊക്കെ കിട്ടുന്നുണ്ട്. ഒറ്റയ്ക്ക് കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചും കൂടി നടന്ന് നമ്മളെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അതിന്റെ വാശി കാരണം കടയിൽ കയറാതെ സമ്മതിക്കുന്നത് നോക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് നടക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്ന് കുറെ നേരെ പറയുന്നുണ്ട്. വാശി നടന്ന് കരച്ചിലും
കേട്ടത് പെൻസിലാണ് കേട്ടോ. കാരണം അത്യാവശ്യം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഒക്കെ തന്നെയാണ്. പക്ഷെ ഒരു കാരണം നമ്മൾ വിചാരിക്കുന്നത് ഡബിൾ റേറ്റാണ് ഇവിടെ വരുന്നത്. മാളില് പൊതുവെ പുറത്തുള്ളതിനേക്കാളും ആയിരിക്കും നമുക്കറിയാം. പക്ഷെ എന്നാലും കുറച്ച് ഓവറായി തോന്നുന്നു പക്ഷെ ഇവിടുത്തെ റേറ്റ്. പക്ഷെ എന്നാലും അവിടുന്ന് 2 സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള റേറ്റാണ്. ഇവിടുന്ന് നമ്മൾ 150 രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് 30 രൂപയോളം. അങ്ങനെ ക്യാഷ് ഞങ്ങൾ റൂമിലെത്തിയിരിക്കുന്നത് വാശിയും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തിയിട്ടുണ്ട്. ആൾക്ക് കാർട്ടൂണൊക്കെ മുട്ടെടുത്ത് സെറ്റാക്കി പുറത്തേക്കാണ്. എന്നാലും കുറച്ച് നേരത്തോ അവന്റെ ക്യാരക്ടറൊക്കെ ഒന്ന് മാറി കിട്ടിയുള്ളൂ. ഇപ്പോൾ മോള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നൊക്കെയാണ് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പറയുന്നത് കുറച്ച് റെസ്റ്റ് എടുക്കണ്ടേ, ഇപ്പോൾ റൂമിലെത്തിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആള് സമ്മതിക്കുന്നൊന്നുമില്ല. അപ്പൊ നമുക്ക് വീഡിയോയുടെ വൈകിട്ട് ചെയ്യാൻ പോവുക. അപ്പൊ അടുത്ത വീഡിയോക്ക് വരുന്നവരെ ടാറ്റാ ബൈ ബൈ സീ യു. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ട കമന്റ് ഒക്കെ ചെയ്യണം കേട്ടോ. ഹായ് ഗൈസ്, അപ്പൊ നമുക്ക് ചെന്നൈയിലെ സെക്കൻഡ് ഡേ ആണ്. ഞങ്ങള് അപ്പൊ ഒന്ന് പുറത്തു പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. റൂമിൽ നിന്നൊക്കെ ഇറങ്ങി അപ്പൊ പപ്പേനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് ഞങ്ങള്. അങ്ങനെ പപ്പ വന്ന് അപ്പൊ ഞങ്ങൾ താഴേക്ക് പോവാണ്. അങ്ങനെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ തിരിച്ച റൂമിലേക്ക് വന്നു. എന്നിട്ട് തിരിച്ച് താഴോട്ട് ഇറങ്ങുക. റൂമിലേക്ക് വരുമ്പോൾ ലിഫ്റ്റിൽ കയറി പോകുമ്പോൾ ഇറങ്ങിയിട്ട് എങ്ങനെയാണ് പോവുന്നത്. അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഫിനിക്സ് മാളിലാണ്. അപ്പോ മെയിനായിട്ട് ഇവിടെ വരാനുള്ള കാരണം നല്ല ഫുഡ് ഇവിടുന്ന് കിട്ടും എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഉച്ചയ്ക്കാണ് കേട്ടോ ഇറങ്ങിയത്. നല്ല ചൂടാണ്. ചെന്നൈയിൽ നമ്മൾ കേരളത്തിനെ അപേക്ഷിച്ച് ചെന്നൈയിൽ ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോ ഇലയിലാണ് കേട്ടോ ഇവിടെ ഫുഡ് വരുന്നത്. ബിരിയാണി ആയാലും എന്തായാലും ഇലയിലാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ കിട്ടുക. അങ്ങനെ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. ചിക്കൻ 65 ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു. അല്ലൂസിന് ഫ്രൈഡ് റൈസ് ആണ് കൊടുക്കുന്നത്. കാരണം ചെന്നൈയിൽ എത്തിയ മുതൽ ആൾക്ക് ഫ്രൈഡ് റൈസേ കഴിക്കുന്നുള്ളൂ. പിന്നെ നമ്മളെ കേരളത്തിലത്തെ പോലത്തെ ചോറൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കിട്ടൂല. അങ്ങനെ ഈ ബിരിയാണി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇതായിരുന്നു ഈ ഫുഡ്. ഞാൻ എത്ര ദിവസം കഴിച്ചതിൽ ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ചോദിച്ചു ഞങ്ങൾ ഇവിടെ നല്ല ഫുഡ് കിട്ടുന്ന ഏരിയ എവിടെയാന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു ഓട്ടോ ഡ്രൈവറാണ് പറഞ്ഞു തന്നത്. ഇങ്ങനെ പോയാൽ മതി, അവിടെ കുഴപ്പമില്ലാത്ത ഫുഡാണെന്നൊക്കെ പറഞ്ഞപ്പോ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി. അടിപൊളി ഫുഡാന്ന് പറയാൻ കാരണം ഞങ്ങൾ മലപ്പുറമാണ്. അപ്പൊ ഞങ്ങൾക്ക് ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ പുറത്ത് വന്നിട്ട് ബിരിയാണി കഴിക്കുമ്പോ അതിനുള്ള വ്യത്യാസം ഇങ്ങനെയുള്ള ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ റെസ്റ്റോറൻറ്റിലൊക്കെ കയറി നമ്മൾ പോവാണ്. ഞങ്ങളെ മുന്നിൽ തന്നെ കേറുന്ന ആള് കയറി പോയിട്ടുണ്ടാവും. അതിന്റെ പിന്നാലെ ഞങ്ങൾ പോണം. പിന്നെ ഇവിടെ കൂടെ ഞാനൊരു ഓട്ടാണ്. അങ്ങനെ അവിടെ എത്തി. മെയിനായിട്ട് ഇവിടെ ഒന്ന് കാണാനും അങ്ങനെയൊക്കെ ഉള്ളിട്ട് വന്നതാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുകയും ചെയ്യാന്നുള്ളൊരു ഇതില് അങ്ങനെ ആള് തിരിഞ്ഞു നോക്കണം ഞാൻ വരുന്നുണ്ടോന്നൊക്കെ. നല്ല ഓടാൻ പറ്റുള്ളൂ. എനക്കായി മുന്നിൽ പോകണമെന്നാണ് അവന്. അങ്ങനെ അവര് പോയി. ഇതിനിടയ്ക്ക് ആള് മറ്റുള്ള കൈയൊക്കെ ഇട്ട് ഓടുന്നുണ്ട്. എവിടേക്കാണെന്നൊന്നും അറിയില്ല. ഒരു ഫോട്ടോസൊക്കെ എടുത്തു അതിന്റെ ഇടയിൽ ഞങ്ങള്. ഇങ്ങനെ പിന്നെ സ്കൂട്ടറിൽ കയറി വേറെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ആളെ ഉദ്ദേശം എങ്ങോട്ടാന്നൊന്നും അറിയില്ല കേട്ടോ. നമുക്ക് പോയി നോക്കാം. അപ്പൊ ആളെത്തിയിട്ടുള്ളത് മനസ്സിലായില്ലേ? അല്ലാതെ പോലെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോ കഴിക്കാനുള്ള ആവേശമാണ്. പക്ഷെ ഞങ്ങൾ ഇവിടെ കയറണമൊന്നുമില്ല. ഇനി ജസ്റ്റ് കാണുന്ന മാത്രമേ ഉള്ളൂ. കാരണം ഇതിനു മുന്നേ കോഴിക്കോട് ലുലുവിൽ പോയപ്പോ രണ്ടാളും അത്യാവശ്യം കളിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങളൊന്ന് കാർഡൊന്നും വാങ്ങിക്കുന്നില്ല. കാരണം കാർഡിന്റെ വില 2500 അതിന് മാത്രമൊന്നും ഇവിടെ ഇല്ല. കാണുന്ന പോലെ ഒന്നും ഇല്ല സംഭവം. അപ്പൊ അതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ചു നേരം നിന്നിട്ട് പോവാന്ന് കരുതി. അപ്പൊ ആക്കൊരു എൻജോയ് ആയിക്കോട്ടെ എന്നുള്ളതിൽ എവിടെയും കുറച്ചു നേരം നിൽക്കുള്ളൂ. 5 മിനിറ്റ് കൂടുതൽ എവിടെ ഇരിക്കും ചെയ്യൂലല്ലോ. അവിടെ ഓടി ഓടി കളിക്കുന്ന ആള്. അങ്ങനെ
നമ്മളൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. എങ്ങനെയൊക്കെ അവനെ പുറത്തിറക്കി, കാരണം അവൻ ഇറങ്ങുന്നില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന്. അവന് കുഴപ്പമില്ല, എങ്ങനെയൊക്കെ ഇറക്കി. കുറച്ച് നേരം ഉണ്ടാവും വാശിയൊക്കെ, നമ്മൾ മെയിൻ ചെയ്യാതിരുന്നാൽ മതി. അവൻ അങ്ങനെ തന്നെയാണ്. കുറേ സ്ഥലത്ത് കയറി ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ കുറേ അടിയൊക്കെ കിട്ടുന്നുണ്ട് പപ്പയ്ക്ക്. ഞാൻ കുഴപ്പമൊന്നുമില്ല, പപ്പുള്ളതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചും കൂടിയൊക്കെ നടന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അതിന് വാശി കാരണം കടയിലൊന്നും കയറാൻ സമ്മതിക്കുന്നത് നോക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് നടക്കുകയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്ന് മോള് കുറേ നേരമായി പറയുന്നുണ്ട്. പക്ഷേ വാശി നടന്ന് കരച്ചിലും അടിയും ഒക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ. അങ്ങനെ നമ്മൾ അടുത്തത് കേട്ടത് പെൻസിലാണ് കേട്ടോ. കാരണം അത്യാവശ്യം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഒക്കെ തന്നെയാണ്. പക്ഷെ ഒരു കാരണമുള്ളൂ, നമ്മൾ വിചാരിക്കുന്നത് അതിന് ഡബിൾ റേറ്റാണ് ഇവിടെ വരുന്നത്. കാരണം മാളിൽ പൊതുവെ പുറത്തുള്ളതിനേക്കാളും എക്സ്പെൻസീവ് ആയിരിക്കും, അത് നമുക്കറിയാം. പക്ഷെ എന്നാലും കുറച്ച് ഓവറായി പോയി, നമ്മൾ സംശയമുണ്ട് ഇവിടുത്തെ റേറ്റ്. പക്ഷെ എന്നാലും അവിടെ നിന്ന് 2 സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ബ്രേസ്ലെറ്റ്. പക്ഷെ ഞങ്ങളിത് കഴിഞ്ഞതിൻ്റെ ശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള റേറ്റ് ആകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 150 രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനം പുറത്ത് 30 രൂപയുള്ളൂ. അപ്പോൾ അങ്ങനെ ക്യാഷ് ഞങ്ങൾ റൂമിലെത്തിയിരിക്കുന്നു. പിന്നെ വാശിയും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തിയിട്ടുണ്ട്. ആൾക്ക് കാർട്ടൂണൊക്കെ ഒന്ന് ഇട്ടുകൊടുത്ത് സെറ്റാക്കി കിടത്തിയിരിക്കുകയാണ്. എന്നാലേ കുറച്ച് ദിവസം അവൻ്റെ ക്യാരക്ടറൊക്കെ ഒന്ന് മാറി കിട്ടുള്ളൂ ആള്. അപ്പോൾ മോള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിൽക്കുകയാണ്. പോവാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൾക്ക് പറയുന്നത് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, ഇപ്പോൾ റൂമിലെത്തിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആൾ സമ്മതിക്കുന്നൊന്നുമില്ല. അപ്പം നമുക്ക് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ.